സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 8ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററായ ഡെസിമൽ ഫോംസ് അഥവാ ദശാംശ രൂപങ്ങളിലെ 4ാമത്തെ ഭാഗമാണ്. അതായത് ന്യൂ ഫോംസ് അഥവാ പുതിയ രൂപങ്ങൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എന്താണ്? ഒരു ഭിന്നസംഖ്യ അഥവാ ഒരു ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിനോമിനേറ്റർ അഥവാ ഛേദത്തിന് 10ന്റെ പവേഴ്സായിട്ട് 10ന്റെ കൃതികളായിട്ട് എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ നമ്മൾ ആ കേസിൽ എല്ലാ നമ്പേഴ്സും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചെയ്യാൻ പറ്റാത്ത ഒരു നമ്പർ എങ്ങനെയാണ് ആ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്, ഇപ്പോൾ ഉദാഹരണമായിട്ട് 1/4 ഇതൊരു ഭിന്നസംഖ്യയാണ്, ഒരു ഫ്രാക്ഷനാണ്. അതിൻ്റെ ഡിനോമിനേറ്ററിന് 4ആണ്, ഛേദത്തിന് 4നെ 2ന്റെ സ്ക്വയറിന് എഴുതാം. ആ 2ന്റെ സ്ക്വയറിനെ 2നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 10 ആവും. അപ്പം 2 സ്ക്വയറിനെ 5 സ്ക്വയർ കൊണ്ട് ഗുണിക്കുമ്പോൾ 10 സ്ക്വയർ ആവും അല്ലേ. 1 ഗുണം 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ബൈ 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ ഇതിനെ ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ 0.25 എന്ന് കിട്ടും. ഇവിടെ 2 0 ആയതുകൊണ്ട് ദശാംശ ബിന്ദുവിന് ശേഷം 2 അക്കം ഉണ്ടാവണം. ഇനി നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 1/3 1/3. അപ്പോൾ ആ ഛേദം 3 വന്നിരിക്കുന്നത്. അതിനെ നമുക്ക് 10ന്റെ കൃതിയായിട്ട് എഴുതാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. നമുക്ക് ഈ 1/3നെ 10 കൊണ്ടൊന്ന് ഗുണിച്ചു നോക്കാം. ഇപ്പോൾ 1 ഗുണം 10 10 10/3 എന്ന് കിട്ടും അല്ലെ. ഈ 10/3 എന്ന് പറയുന്നത് നമുക്കൊന്ന് ഹരിച്ചു നോക്കാം. 10നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 3 പ്രാവശ്യം 9, മിച്ചം 1 വന്നു. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 3 പ്രാവശ്യം 10നകത്ത് 3 ഉണ്ട്, മിച്ചം 1/3 ഈ 3. ഇപ്പൊ 3 1/3 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 3ന്റെ കൂടെ 1/3 കൂട്ടിയിരിക്കുകയാണ് അല്ലെ. ഇനി നമുക്ക് ഈ 1/3നെ 100 കൊണ്ടൊന്ന് ഗുണിച്ചു നോക്കാം. 100 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഈ 10 കൊണ്ട് ഗുണിച്ച ഈ ഉത്തരത്തിന് ഒരു 10 കൂടെ ഇട്ട് ഗുണിച്ചാൽ പോരെ. കാരണം 10 ഗുണം 10 ആണല്ലോ 100. അപ്പൊ ഈ ഉത്തരത്തിന് ഒരു 10 കൊണ്ട് ഇട്ട് ഗുണിക്കാം. 3 + 1/3യെ 10 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അതായത് 3യെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര വന്നു? 30 വന്നു. പ്ലസ് ഇട്ടു. ഈ 1/3യെ 10 കൊണ്ട് ഗുണിക്കണം അല്ലെ. 1/3യെ 10 കൊണ്ട് ഗുണിച്ചപ്പോൾ എന്താ നമുക്ക് ഉത്തരം കിട്ടിയത്? 3 + 1/3. ഈ 30ഉം 3ഉം കൂടെ കൂട്ടിയപ്പോൾ എത്ര വന്നു? 33ന്റെ കൂടെ 1/3 കൂട്ടണം. മനസ്സിലായോ? ഇനി 1/3നെ 1000 കൊണ്ട് ഗുണിക്കണമെങ്കിൽ 100നെ ഒരു 10 കൊണ്ട് ഗുണിക്കുമ്പം 1000 ആവുമല്ലോ. 1/3നെ 100 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 33 + 1/3 ആണ്. അതിനെ ഒരു 10 കൊണ്ടും കൂടെ ഗുണിക്കുക. 100 ഗുണം 10 ആണ് 1000. അപ്പൊ 100 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയ ഉത്തരത്തിന് 10 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെയും നമുക്ക് പുറത്ത് കിടക്കുന്ന 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 33നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 330 പ്ലസ് 1/3 × 10 അല്ലെ. ഈ 1/3 × 10 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആദ്യമേ കിട്ടി 3 + 1/3. അപ്പൊ 330 3 കൂടെ കൂട്ടുമ്പോൾ 333 പ്ലസ് 1/3 എന്ന് എഴുതാമല്ലോ. അങ്ങനെ എന്ത് നീണ്ടു പോവും. ഇനി ഈ 1/3 ആണ് നമുക്ക് വേണ്ടത്. ഈ 1/3 കിട്ടാൻ വേണ്ടി 1/3യുടെ വില കിട്ടണം, ദശാംശത്തിൽ കിട്ടണം. ഇപ്പോ ഈ 1/3 കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഗുണിച്ചിരിക്കുന്ന 10നെ അപ്പുറത്ത് കൊണ്ടുപോയി ഹരിച്ചാൽ പോരെ അല്ലെ. അപ്പൊ ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് 1/3 എഴുതാം. 1/3 = ഗുണിച്ചിരിക്കുന്ന 10നെ ഇവിടെ കൊണ്ടുവന്ന് ഹരിക്കണം. ഇവിടെ 2 പദങ്ങളുണ്ട് അല്ലെ, 2 ടേംസ് ഉണ്ട്. ആദ്യത്തെ ടേം 3ഉം രണ്ടാമത്തെ ടേം 1/3. ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യണം. അപ്പൊ 3/10 ആദ്യത്തെ ടേമിനെ ഡിവൈഡ് ചെയ്തപ്പോൾ 3/10 ആയി. പ്ലസ് 1/3യെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ താഴെയല്ലേ 10 വരുന്നപ്പോൾ 30 വന്നോളൂല്ലോ. 30. ഇനി 3/10 എത്രയാണ്? നമുക്ക് ദശാംശ രൂപത്തിൽ എഴുതാൻ അറിയാം. 0.3 കാരണം ഛേദം 10 ആണ്, ഡിനോമിനേറ്റർ 10 ആണ്. പ്ലസ് 1/30 എന്ന് എഴുതാമല്ലോ ഇല്ല. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് 1/3യുടെ വാല്യൂ നോക്കാം. അതായത് ഈ 100നെ
കൊണ്ട് ഇവിടെ ഹരിക്കണം. അപ്പോൾ 1/3 ഈക്വൽ ടു 33നെ 100 കൊണ്ട് ഹരിക്കണം, 1/3യെ 100 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 33യെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക പ്ലസ് 1/3യെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ 2 0 വന്നോളൂ. പിന്നെ നമുക്ക് 33/100നെ നമുക്ക് ഡെസിമൽ ഫോമിൽ എഴുതാൻ അറിയാം 0.33. 2 0 ഉള്ളതുകൊണ്ട് 2 അക്കങ്ങൾ പ്ലസ് 1/300 എന്ന് എഴുതാമല്ലോ. ഇനി നമുക്ക് ഈ 1/3 × 1000ൽ നിന്ന് 1/3യെ കണ്ടുപിടിക്കാം. അപ്പോൾ 1/3 ഈക്വൽ ടു ഈ 2 ടേമിനെയും 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 333/1000 പ്ലസ് 1/3000. മനസ്സിലായല്ലോ. ഇനി ഇത് 3 zeros ഉള്ളതുകൊണ്ട് 3 അക്കം വേണം പ്ലസ് 1/3000 എഴുതാമല്ലോ. ഇനി 1/30 എന്ന് പറഞ്ഞാൽ 30ൽ ഒരു ഭാഗമാണ്. 1/300 എന്ന് പറഞ്ഞാൽ 300ൽ ഒരു ഭാഗമാണ്. 1/3000 എന്ന് പറഞ്ഞാൽ 3000ൽ ഒരു ഭാഗമാണ്. നമുക്ക് ന്യൂമറേറ്റർ അഥവാ അംശം 1 തന്നെയാണ്, ഛേദം കൂടിയാ വരുന്നത്. ഛേദം കൂടി വരുമ്പോൾ വില കുറഞ്ഞു വരും. മനസ്സിലായോ? അപ്പോൾ 1/3 ആണല്ലോ ഇടതുവശത്ത് കിടക്കുന്ന എല്ലാം 1/3. ഇനി നമുക്ക് ഇവിടെ 1000 ആണെങ്കിൽ അടുത്ത 10000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 5 0 6 0 അങ്ങനെ എത്ര 0 വേണമെങ്കിലും ഇട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് ഇതിന്റെ വില കണ്ടുപിടിക്കാം. വില എല്ലാം സെയിം ആണ്. അതായത് 1/3യുടെ വില 10 കൊണ്ട് ഹരിച്ചപ്പോൾ 0.3യുടെ കൂടെ 1/30 കൂട്ടണം. ഇവിടെ 0.33യുടെ കൂടെ ഇത് കൂട്ടണം. അതായത് ഈ കൂട്ടുന്ന വില, അതായത് ഞാൻ ഇവിടെ വട്ടത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന വിലകൾ കുറഞ്ഞു വരികയാണ്. അതായത് ഈ 1/3യുടെ വില ഈ 0.333 അതിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ 1/3യുടെ വില എങ്ങനെ എഴുതാം? 0.333. ഇപ്പൊ ഇവിടെ നമ്മൾ 3 വരെ എടുത്തുള്ളൂ. അടുത്തത് എടുക്കാം, അതിൻ്റെ അടുത്ത് എടുക്കാം, എക്സെട്ര ഇതിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സെട്ര ഇടുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ദശാംശ രൂപത്തിലാക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് പേജ് നമ്പർ 172 ഒന്നാമത്തെ ചോദ്യം ചെയ്യാം. നമ്മുടെ ചോദ്യം ഇതാണ്: ഫൈൻഡ് ഫ്രാക്ഷൻസ് വിത്ത് പവേഴ്സ് ഓഫ് 10 ആസ് ഡിനോമിനേറ്റർ which get closer and closer to each of the fractions below and write the decimal form of each. ഇവിടെ 3 ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. ചുവടെയുള്ള ഭിന്നങ്ങൾ ഓരോന്നിനും അടുത്തടുത്ത് വരുന്ന 10ന്റെ കൃതി ഛേദമായ ഭിന്നങ്ങൾ കണ്ടുപിടിച്ച് ദശാംശ രൂപത്തിലാക്കണം. അപ്പൊ അതിലെ ഒന്നാമത്തതാണ് 5/6. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 5/6നെ ആദ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 50/6 എന്ന് കിട്ടും. 50യെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 8 പ്രാവശ്യം വന്നു അല്ലേ? അപ്പം ഇതിനെ എങ്ങനെ എഴുതാം? 8 + 2/6. ഈ 2/6ന് നമുക്ക് 1/3 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 8 + 1/3 എന്ന് എഴുതാമല്ലോ. ഇനി 5/6നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 10നെ 10 കൊണ്ടും കൂടെ ഗണിക്കുമ്പോൾ 100 കിട്ടും. 10ന്റെ ഉത്തരം 8 + 1/3 ആണ്. അതിൻ്റെ കൂടെ ഒരു 10 കൊണ്ട് ഗുണിച്ചാൽ മതി. എന്നിട്ട് 8നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 80 വരും പ്ലസ് 1/3 × 10. അപ്പം നമ്മൾ നേരത്തെ ചെയ്തിരുന്നു 1/3 × 10 എത്ര വന്നായിരുന്നു? 3 + 1/3 ആണല്ലോ. ഒന്നുകൂടെ കാണിക്കണോ? 1/3 × 10 എന്ന് പറഞ്ഞാൽ 10/3 ആണ്. 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 മിച്ചം 1 വന്നു. അതപ്പോൾ ഇങ്ങനെ എഴുതാം, 3 1/3 എന്ന് എഴുതാം. അല്ലെ 3 + 1/3 എന്ന് എഴുതാം. ഇനി 80 + 3 എന്ന് പറയുന്നത് 83 + 1/3. ഇനി നമുക്ക് 5/6നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ 100ന്റെ കൂടെ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. 100 കൊണ്ട് ഗുണിച്ചപ്പോൾ ഉള്ള ഉത്തരത്തിന് 10 കൊണ്ടും കൂടെ ഗുണിക്കുമ്പോൾ 1000 കൊണ്ട് ഗുണനമാകും. ഇനി ഇതിനെ 83യെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 83നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 830 + 1/3 × 10. 1/3 × 10 ആണല്ലോ ഈ 3 + 1/3.
അപ്പം നമുക്കിതിനെ 833 പ്ലസ് 1/3 എന്ന് എഴുതാം. ഇങ്ങനെ ഓരോന്നും നമുക്ക് ഗുണിച്ച് പോകുമ്പോൾ 8ന്റെ കൂടെ 1/3 കൂട്ടി 83ന്റെ കൂടെ 833ന്റെ കൂടെ അത് കഴിഞ്ഞ് 8333ന്റെ കൂടെ അങ്ങനെ വരും. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ 5/6നെയാണ് നമുക്ക് ആക്കേണ്ടത് അല്ലെ. അപ്പൊ ഈ 5/6 ആദ്യത്തെ 5/6 നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഗുണിച്ചിരിക്കുന്ന 10നെ അപ്പുറത്ത് കൊണ്ടുപോയി ഹരിക്കണം അല്ലെ. മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 ടേംസ് ഉണ്ട്. 8 കൊണ്ട് 1/3 രണ്ടിനെയും ഡിവൈഡ് ചെയ്യണം 10 കൊണ്ട്. അപ്പൊ 8/10 പ്ലസ് 1/3 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/30 ആവും. ഇനി 8/10 എന്ന് പറയുന്ന 0.8 ആണല്ലോ പ്ലസ് 1/30. ഇവിടെ നമുക്ക് ദശാംശ രൂപം കിട്ടി. ഇനി രണ്ടാമത്തതിൽ നമുക്ക് 5/6നെ നോക്കാം. അതായത് 100 കൊണ്ട് ഹരിക്കണം. ഇവിടെ 100 കൊണ്ട് ഗുണിച്ചിരിക്കുന്ന അപ്പുറത്ത് പോകുമ്പോൾ 100 കൊണ്ട് ഹരിക്കണം. അപ്പൊ ഓരോന്നിനെ ഹരിക്കണം. 83നെ 100 കൊണ്ട് ഹരിക്കുക പ്ലസ് 1/3 100 കൊണ്ട് ഹരിക്കുമ്പോൾ 1/300 ആയിക്കോളും. 83നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ 0.83 ആവും പ്ലസ് 1/300. ഇനി നമുക്ക് ഇവിടെ നിന്ന് 5/6നെ കണ്ടുപിടിക്കാം. അപ്പൊ 1000 കൊണ്ടാണല്ലോ ഹരിക്കേണ്ടത്. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഈ 2 ടേംസിനെയും. 0.833 എന്ന് വരും പ്ലസ് 1/3000. ഇവിടെ നോക്കിക്കേ, ഈ 3 അംശം ഒന്ന് തന്നെയാണ്. ന്യൂമറേറ്റർ 1 ആണ്, ഡിനോമിനേറ്റർ കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ അതെ ഇതിന്റെ വില കുറഞ്ഞു വരുന്നു. അതായത് 5/6 ഈ ആദ്യം എഴുതിയിരിക്കുന്ന വിലകളോട് അടുത്തടുത്ത് വരുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം, 5/6 എന്ന് പറയുന്നത് 0.8333 എക്സെട്ര എന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ 1/9 ആണ് തന്നിരിക്കുന്നത്. 9നെ നമുക്ക് 10ന്റെ ഡിനോമിനേറ്റർ ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ 1/9 × 10 കാണുന്നു. അപ്പൊ 10/9 ആണ്. 10/9 എന്ന് പറഞ്ഞാൽ എന്താ, 10നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം അല്ലെ, റിമൈൻഡർ 1 വന്നു. അപ്പൊ 1 പ്ലസ് 1/9 എന്ന് എഴുതാം. ഇനി 1/9നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ 1/9 × 10നെ ഒരു 10 കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1 പ്ലസ് 1/9നെ ഒരു 10 കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 1നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 വന്നു പ്ലസ് 1/9നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ. 1/9നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 1 പ്ലസ് 1/9 ആണ്. പിന്നെ 10 ഒന്നും കൂടെ കൂട്ടുമ്പോൾ 11 പ്ലസ് 1/9. ഇനി 1/9നെ 1000 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 100 കൊണ്ട് ഗുണിച്ചതിന്റെ കൂടെ, അതായത് 11 പ്ലസ് 1/9ന്റെ കൂടെ ഒരു 10 കൊണ്ടും കൂടെ ഗുണിക്കുക. 11നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 110 വന്നു പ്ലസ് 1/9നെ 10 കൊണ്ട് ഗുണിച്ചപ്പോൾ 1 പ്ലസ് 1/9 കിട്ടി. അപ്പൊ 111 പ്ലസ് 1/9 എന്നായല്ലോ. ഇങ്ങനെ നമുക്ക് എക്സെട്ര ആയിട്ട് എഴുതാം. ഇനി ആദ്യത്തെയിൽ നിന്ന് 1/9നെ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഗുണിച്ചിരിക്കുന്ന 10 അപ്പുറത്ത് പോകുമ്പോൾ ഹരണമാവും. അപ്പോൾ 1നെയും ഹരിക്കണം, 1/9നെ ഹരിക്കണം. 1നെ 10 കൊണ്ട് ഹരിക്കുകയും ചെയ്യണം. 1/9നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 1/90 ആയി. 1/10 ഇവിടെ ഛേദം എന്തായി, 10 ആയി. അപ്പൊ നമുക്ക് അറിയാം 0.1 ആണെന്നറിയാം പ്ലസ് 1/90. ഇനി 1/9 ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാം. 1/9 ഈക്വൽ ടു, അതായത് 100 കൊണ്ട് ഹരിക്കണം ഈ 2 ടേമിനെ, 2 പദങ്ങളെ. അപ്പൊ 11നെയും 100 കൊണ്ട് ഹരിക്കണം. 1/9നെയും 100 കൊണ്ട് ഹരിക്കുമ്പോൾ 1/900 ആയിക്കോളും. 11നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ 0.11 ആയി പ്ലസ് 1/900. ഇനി ഇവിടെയോ, ഇവിടെ നിന്നും കൂടെ നമുക്ക് 1/9ന്റെ വില കാണാം. 1/9 ഈക്വൽ ടു 1000 കൊണ്ട് ഹരിക്കണം. അപ്പൊ 111നെ 1000 കൊണ്ട് ഹരിക്കുക പ്ലസ് 1/9നെയും 1000 കൊണ്ട് ഹരിക്കുക. 111നെ 1000 കൊണ്ട് ഹരിക്കുമ്പോൾ 3 0 ഉള്ളതുകൊണ്ട് ദശാംശത്തിന് ശേഷം 3 അക്കം വരണം. ഓൾറെഡി 3 ഉണ്ട്. പിന്നെ 1/9000. ഇവിടെ എല്ലാം നോക്കുമ്പോൾ നമുക്കറിയാം അംശം ന്യൂമറേറ്റർ 1 ആണ്, ഡിനോമിനേറ്റർ ഛേദം കൂടി വരുന്നു. അപ്പൊ അതിന്റെ വില കുറഞ്ഞു വരുന്നു. അതായത് ഈ ആദ്യം എഴുതിയിരിക്കുന്ന വിലകൾ ഈ 1/9നോട് അടുത്തടുത്ത് വരുന്നു. അതായത് 1/9 എന്ന് പറയുന്നത് 0.1111 എക്സെട്ര ആണ്.
ഇനി അടുത്തത് നോക്കാം. അടുത്ത 1/11 ആണ്. അപ്പം ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ 1/11 ആദ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 10/11 വന്നു. ഇനി 10/11 എന്ന് പറയുന്നത് 10 ന്യൂമറേറ്റർ, അംശം ചെറുതും ഛേദം വലുതും. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യണ്ട. ഇനി ഈ 1/11 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 10ന്റെ കൂടെ ഒരു 10ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 10/11 ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താകും? 10 × 10 100/11 വരും. 100നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര വന്ന്? 11 9s are 99 വന്നു. ബാക്കി ഒന്നുണ്ട് അല്ലേ? അപ്പം 9 1/11 അല്ലെങ്കിൽ 9 + 1/11 എന്ന് എഴുതാമല്ലോ. ഇനി 1/11 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ ഈ 1/11 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ കൂടെ ഒരു 10 കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം 9 × 10 എന്ന് പറയുന്നത് 90 ആണ്. പ്ലസ് 1/11 × 10 അതായത് 10/11. ഇനി 1/11 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ? 1000ന്റെ കൂടെ ഒരു 10 കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 90 + 10/11 ഒരു 10 കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 90 × 10 അല്ലേ? അപ്പം 900 വന്നു. പ്ലസ് 10 × 10 100/11. ഇങ്ങനെ ഈ 10 × 10 100 100/11. 100/11 എന്താണ്? 9 + 1/11 ആണ്. അപ്പോൾ ഇതിനെ എന്ത് എഴുതാം? 909 + 1/11 എന്ന് എഴുതാം. അപ്പോൾ ആദ്യത്തേതിൽ നിന്ന് 1/11 എടുത്താലോ? 1/11 = ഈ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ 10/110 എന്ന് എഴുതാമല്ലോ അല്ലേ? ഇനി രണ്ടാമത്തതിൽ നിന്നും 1/11 കിട്ടാനായിട്ട് 100 കൊണ്ടാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പുറത്ത് പോകുമ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം 9/100 + 1/11 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/11 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/1100 2 പൂജ്യം വരും അല്ലേ? ഇനി 9/100 എന്താണ്? 0.09. 100-നകത്ത് 2 പൂജ്യമുണ്ട്. പക്ഷെ നമ്മുടെ ന്യൂമറേറ്റർ അഥവാ അംശത്തിൽ ഒരക്കവേ ഉള്ളൂ. അപ്പോൾ 2 അക്കമാക്കാൻ വേണ്ടി 9ന്റെ തൊട്ട് പുറകിൽ 0 ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഡെസിമൽ പോയിന്റ് ഇടണം. പ്ലസ് 1/1100. ഇനി ഇവിടെ നിന്നോ 1/11 കിട്ടണമെങ്കിലോ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1000 കൊണ്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പം 90/1000 പ്ലസ് 10/11 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര പൂജ്യം വരും? 3 പൂജ്യം വേണം. അപ്പം ഈ 90യെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1000-നകത്ത് 1000-നകത്ത് 3 0 ഉണ്ട്. അപ്പോൾ 3 അക്കം വേണം മുകളിൽ. പക്ഷെ നമ്മുടെ 2 അക്കമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 0 ആദ്യം എഴുതുന്നു. പിന്നെ ഉള്ള 90 എഴുതി. പ്ലസ് 10/1100. ഇവിടെ പറഞ്ഞാൽ ഈ 0 ക്യാൻസൽ ചെയ്ത് വിടാം. അപ്പോൾ ഇത് തന്നെ കിട്ടും. ഇനി ഇതിൽ നിന്ന് 1/11 എടുക്കുകയാണെങ്കിൽ 1/11 = ഈ 10,000 കൊണ്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ? അപ്പം 909/10,000 10,000 പ്ലസ് 1/11 കഴിഞ്ഞിട്ട് എത്ര 0 ഇടണം? 4 0 ഇടണം. അപ്പം ഇവിടെ 4 zeros ഉള്ളതുകൊണ്ട് 4 അക്കം വേണം. പക്ഷെ നമ്മുടെ കയ്യിൽ 3 അക്കമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു 0 ആദ്യം ഇട്ടു ഡെസിമലിന് ശേഷം. പിന്നെ 909 എഴുതി. പ്ലസ് ഈ 1/11 ഇനി ഇവിടെ എല്ലാം നോക്കിക്കേ. നമുക്ക് 1100 ഭാഗമുള്ളൂ. വളരെ ചെറിയൊരു നമ്പർ. ഇവിടെയാണെങ്കിലും 11000 ഒരു ഭാഗമേ ഉള്ളൂ. മനസ്സിലായി? അതൊക്കെ വളരെ ചെറിയ നമ്പേഴ്സാണ്. അപ്പോൾ ഈ 1/11 എന്തിനോടാണ് ക്ലോസറായി വരുന്നത്? 0.090909 ക്ലോസർ. ഇവിടെ നോക്ക് 0.09, ഇവിടെ 0.090, ഇവിടെ 0.0909. അപ്പം ഒന്നിടവിട്ട് 0.909 അങ്ങനെയാ പോകുന്നത് അല്ലേ? അപ്പോൾ 1/11 എന്തിനോടാണ് ക്ലോസറായി വരുന്നത്? ഗെറ്റിംഗ് ക്ലോസർ ടു 0.090909 എക്സെട്ര. ക്ലിയർ ആയാലും ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. എല്ലാവരും എഴുതി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചോദ്യങ്ങൾ ചെയ്യാം.